നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. നന്നമ്പ്ര കുടിവെള്ള പദ്ധതിക്ക് കക്കാട് ചെറുമുക്ക് റോഡിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിനെതിരെ തിരൂരങ്ങാടി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ രംഗത്ത്. പ്രദേശവാസികളുടെ പരാതികളും ആശങ്കകളും കേൾക്കാതെ നന്നമ്പ്ര കുടിവെള്ള പദ്ധതിക്ക് കക്കാട് ചെറുമുക്ക് റോഡിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകരുതെന്ന് അദ്ദേഹം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. ജനങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന വീതി കുറവുള്ള റോഡാണിതെന്നും ഇത് സംബന്ധിച്ച ആശങ്കയും മറ്റു മാർഗങ്ങൾ തേടണമെന്നതും നേരത്തെ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പരാതികൾ പരിഗണിക്കുമെന്നും കുന്നുമ്മൽ മേഖലയിൽ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള പൈപ്പുകൾ നന്നമ്പ്ര ഭാഗത്തേക്ക് ഉള്ളതാണെന്നും കക്കാട് ഭാഗത്തേക്ക് ഉള്ളതല്ലെന്നും ജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ പൈപ്പ് ലൈൻ കൊണ്ടുപോകുകയുള്ളൂ എന്നും വാട്ടർ അതോറിറ്റി AE അറിയിച്ചതായും ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. നന്നമ്പ്ര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയിലേക്ക് ബാക്കി കയറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന വലിയ പൈപ്പ് ലൈൻ കക്കാട് ചെറുമുക്ക് റോഡിലൂടെ കൊണ്ടുപോകുന്നതിൽ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകളും പരാതികളുമുണ്ട്. ആ ആശങ്കകളും പരാതികളും കേരള വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതിലൂടെ കൊണ്ടുപോകുമ്പോൾ അതൊരു ഇടുങ്ങിയ വലിയ വീതിയുള്ള റോഡല്ല, അതുപോലെ തന്നെ ധാരാളം വാഹനങ്ങൾ ഗതാഗതം നടത്തുന്ന റോഡാണ്. അപ്പോൾ ആ റോഡ് മാറ്റി ബദൽ മാർഗം സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്കകളും പരാതികളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊണ്ടല്ലാതെ അതിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യം അവർ സഗൗരവം പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ആശങ്കപ്പെടുത്തി അതിലുള്ള പൈപ്പ് ലൈൻ കൊണ്ടുപോകില്ല, അതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങളും തേടുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൈപ്പ് ഇടുന്നത് നന്നമ്പ്ര ഭാഗത്തേക്ക് ആണ് ഇടുന്നത്, കക്കാട് ഭാഗത്തേക്ക് പൈപ്പ് ഇടുന്നില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ മറ്റ് വഴികൾ തേടണമെന്നാണ് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ കൊണ്ടുപോകുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നെ വാട്ടർ അതോറിറ്റി ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചെറുമുക്ക് റോഡിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിനെതിരെ തിരൂരങ്ങാടി ഡിവിഷൻ 21, 22 മുസ്ലിം ലീഗ് കമ്മിറ്റിയും കക്കാട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. ജനങ്ങളുടെ പരാതികളും ആശങ്കകളും പരിഹരിക്കാതെ കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ജൽജീവൻ മിഷൻ നന്നമ്പ്ര കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പ് ലൈൻ കക്കാട് ചെറുമുക്ക് റോഡിലൂടെ കൊണ്ടുപോകരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം മറ്റു മാർഗങ്ങളും പരിഗണിക്കുമെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ആശങ്കകൾ വേണ്ടെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു മാത്രമേ മുന്നോട്ട് പോകൂവെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.